ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. എല്ലാവരും നല്ല ടയേർഡാണ്. കാരണം ഉച്ചയ്ക്ക് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. നമ്മൾ അവസാനിപ്പിച്ച് വീട്ടിലെത്തിയപ്പോൾ 8 മണിയായി. പിന്നെ രാവിലെയും തൊട്ട് നേരത്തെ എണീറ്റ് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെയാണ് നമ്മൾ ഇന്ന് പാർട്ടി നടത്താൻ പോകുന്നത്. ഇത് ഇവരുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു പാർട്ടി ഹാളാണ്. വിച്ച് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. കണ്ടോ, നമ്മൾ അവിടെയാണ് നമ്മൾ ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ആക്ച്വലി ഇതായിരുന്നു നല്ല ബെസ്റ്റ് ലൊക്കേഷൻ. പക്ഷേ പകൽ സമയത്ത് നമ്മൾ നടത്തുന്ന കാരണം ലൈറ്റ് കാരണം നമുക്ക് മിക്കുന്ന ഫോട്ടോസ് കിട്ടാൻ ഭംഗി ഉണ്ടാവില്ല. ഒരു കളർ സാധിച്ചു, മനസ്സിലായോ ഗൈസ്? നമ്മുടെ ഡെക്കറേഷൻ അടിപൊളിയായിട്ട് പോയിട്ടിരിക്കുകയാണ്. ഞാനൊരു ഫോട്ടോയിൽ കണ്ടേ ഇങ്ങനെ മിക്സ് ചെയ്യാണ്ട് ഒരു സെറ്റ് കളേഴ്സ് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ പിങ്ക് ഒരു സൈഡിൽ, ഗ്രീൻ ഒരു സൈഡിൽ, ബ്ലൂ ഒരു സൈഡിൽ, യെല്ലോ ഒരു സൈഡിൽ അങ്ങനെ. സോ അത് നല്ല മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ലവ് ഇറ്റ്. നമ്മുടെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് സെറ്റാണ്. ഓ ബേബി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്, ദാറ്റ്സ് ഓൾസോ ഡൺ. ചേച്ചി കേക്ക് കൊണ്ടുവന്നുണ്ട്. ഈ പൂ ഗൈസ്, ഈ പൂ നമ്മുടെ ഡ്രസ്സിലുള്ളതാണ്. ഹലോ, എങ്ങനെയുണ്ട് ഡെക്കറൊക്കെ? എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇഷ്ടായോ? ഹലോ, നാണോ? ഭയങ്കര നാണോ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇവിടെ ഒരു പൊട്ടിങ്ങനെ നീങ്ങുന്നോ? ഞാൻ പോയി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയാലോ. എന്നാലും ഞങ്ങളുടെ ഗസ്സുകൾ ഇതൊക്കെ ആയിരുന്നു. അല്ല, ഞങ്ങളുടെ ഗസ് ഇതായിരുന്നു. എനിക്കറിയില്ല, ഞങ്ങളുടെ ആക്ച്വൽ ഗസ് അവർക്കറിയാം. അവരുടെ ഓൾറെഡി ഉള്ള ഒറിജിനൽ ഗസ്സാണ് അവര് പറഞ്ഞത്. അജിത്ത് പറഞ്ഞത് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും കേളാണെന്ന്. ഞാൻ ഓൾറെഡി കേളാൻ കൊച്ചിന്റെ ഔട്ട് ഉണ്ടപ്പോ കേളാൻ അൾട്രാസൗണ്ട് കണ്ടിട്ട് കേളാണ്. അൾട്രാസൗണ്ടിലെ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇത്രയ്ക്ക് വലിയ പ്രൊട്ടക്ഷൻ ഞാൻ എന്റെ തന്നെ പിന്നെ എന്റെ കെട്ടിയോനെയും നിന്നെ പണ്ട് വിശ്വാസമില്ല. എനിക്കൊന്നുമില്ല. ഒറ്റടിക്കാനല്ലേ തുറക്കാൻ പറ്റില്ല. പിന്നെ അല്ല തുറക്കാൻ പറ്റുന്നു.
അപ്പൊ ഞാൻ ആദ്യം തുറക്കുന്നതിലാണ് സർവീസ്. ഓക്കെ ഞാൻ ചുമ്മാ ഒരു ഓ ആക്കളി ഞാൻ മനസ്സിലാവും. ഞങ്ങൾ ഓരോരുത്തർ തുറക്കും. ഇതാണ് ഇന്റർവ്യൂല്ലേ? അപ്പൊ ശരിക്കും ബോയിന്റെ കളർ എന്താ? ബോഡി കളർ ബ്ലൂ, ഗേളിന്റെ കളർ പിങ്ക്. ഓ മൈ ഗോഡ്, കം ഓൺ, യു ക്യാൻ നേരോ. അതല്ല, ഞാൻ വിചാരിച്ചു ഇത് തന്നെയായിരിക്കും. അത് ശശിയല്ലേ ഓൾറെഡി വീഡിയോ ആക്കളെ. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്കൊരു ഇന്റർവ്യൂലൂടെ വരില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച ബ്ലൂ പോയി. അതൊരു കട്ടിക്കൊണ്ടിരിക്കണോ? ആ കട്ട് ഒരു പീസ് ആദ്യം അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തോ, എന്നിട്ട് ബാക്കി ഒരു കേസ് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തോ, എന്നിട്ട് ഈ ബാക്കി കട്ട് ചെയ്തോ. നമ്മളപ്പോ ജെൻഡർ റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ വീഡിയോയിൽ പറഞ്ഞല്ലേ, അതാണ് സംഭവം. അപ്പൊ നമുക്ക് ഇതൊക്കെ കൊടുക്കാം. ഇത് വലിച്ച് 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 അവസാനം ഒരു സാധനം വരും. വരണം. കൊറേ നേരം എടുക്കും. അല്ലില്ല, അങ്ങനെ ഉണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവസാനം വരുന്നതാണോ? ഫുൾ അവസാനം വരെ എത്തിക്കണം. അപ്പൊ അമ്മ സോറി ബട്ട് യു ബോത്ത് ഹാവ് ടു വെയിറ്റ്. ഒന്ന് ഉറക്കം വായിക്കാമോ? ഒന്ന് ഉറക്കെ വായിക്കോ? അപ്പൊ അമ്മ സോറി ബട്ട് യു ബോത്ത് ഹാവ് ടു വെയിറ്റ്. പ്രേമിലൊന്ന് പറ്റണം. സൈഡിൽ വലിച്ചോ? ഇത് ഓണല്ല, വടംവലിയല്ലേ? In a lifetime, and I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you'd be mine, mine. And then I see forever in your eyes. എടാ പപ്പി പോളാടാ, ഫുട്ബോൾ കളിക്കാളെ. കൺഗ്രാറ്റുലേഷൻസ്. എനിക്കറിയായിരുന്നു പോയാ. ഇപ്പൊ ചമ്മ പോക്കാതെ ക്ലോസപ്പിൽ എടുത്തോണ്ടി ചമ്മ പോക്കാം. അന്മിനെ കൊടുത്തോണ്ട് അനിയൻ പേര് മാറ്റിണ്ടായിരുന്നു. മാറ്റി എഴുതിട്ടുണ്ടാവുമോ? ഇറങ്ങിയപ്പോ കേളാ ഞാൻ പറഞ്ഞു. ഞാൻ അതാണോ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിച്ചു അടുത്ത് വരാൻ വേണ്ടിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അവരുടെ ആ ഒരു എക്സ്പ്രഷനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും മീൻസ് പുറത്തേക്ക് വന്നിട്ടില്ല. അവരിങ്ങനെ മീൻസ് ആ സത്യം അക്സെപ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ അവർക്ക് ബോയ് ബേബി ആണ് എന്നുള്ളത്. കാരണം അവർ ടോട്ടലി ഗേൾ ആണെന്ന് വിചാരിച്ചു. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ടു ദാറ്റ്. സോ പക്ഷെ അത് രസമായിരുന്നു കാണാൻ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ. നമ്മുടെ ഡെക്കറും കാര്യങ്ങളൊക്കെ ചെയ്തത് മീൻസ് ആ ഒരു ഐഡിയ ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുള്ളത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഫുഡ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫിഷ് ബിരിയാണിയും പിന്നെ പത്തിരിയും ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കഴിച്ച്. ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നില്ല. നമുക്ക് ചെറിയൊരു സംഭവം കൂടി ഞാൻ ചിലപ്പോൾ ഇതിൽ എൻഡിലിടും. അത് കുറേ സമയം എടുക്കും. സോ അൻറ്റിൽ ദെൻ
Bye. Baby's leaving. മഞ്ഞളിഞ്ഞു പകലാവാം ഞാൻ നെഞ്ഞുരുമ്മൊരു പൂവാവാ കൂടെ നിഴലാവാം ഞാൻ പൊന്നേ പൂനിലാവിനിതളാവാം ഞാൻ നീലവാനിലിനി മുകിലാവാ പൂവണിഞ്ഞു പുഴയാവാം ഞാൻ കണ്ണേ തങ്കത്തൂവലിനാൽ തഴുകും അമ്മയാവാ താമരത്തെ നുകരാം தாராமல் மனம் எங்கோ போகுதே வாராமல் தாராமல் மனம் எங்கோ போகுதே ஞாபகம் மோதுதே மனம் ஏங்குதே തങ്കത്തൂവലിനാൽ തഴുകും അമ്മയാവാ താമരത്തെ നുകരാം വസ